വേണ്ട. നമ്മൾ ജീവിതത്തിൽ 5 ലക്ഷം പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുമെന്നാണ്. അത്രയും പാപം നമ്മൾ ചെയ്യുന്നല്ല. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റും ഒരു കുഞ്ഞു ദുആയും, അതോടൊപ്പം തന്നെ ശരവേഗത്തിൽ, കാറ്റിന്റെ വേഗതയിൽ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുന്ന, പ്രതിസന്ധികൾക്ക് പരിഹാരം തരുന്ന അതിശ്രേഷ്ഠമായ ഒരു ദിക്റും ഒരു ചെറിയ ദുആയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇത് എപ്പോഴാ പറയേണ്ടത്? തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം. ഉസ്താദേ, എന്താണ് ഈ തഹജ്ജുദ്? തഹജ്ജുദ് നമസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? അത് എത്ര റക്അത്താണ്? ഏതാണ് സൂറത്ത്? എങ്ങനെയാണ് നിയ്യത്ത്? ഒരുപാട് പേർക്ക് വീണ്ടും സംശയമുണ്ട്. ആ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും തരുമാറാവട്ടെ. ഈ നന്മകൾ നിലനിർത്താനുള്ള തൗഫീക്ക് തരട്ടെ. അവസാനം വരെ വീഡിയോ കാണണേ, മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാവനമായ ഈ റമളാനിന്റെ സുന്ദരമായ റഹ്മത്തിന്റെ 10 ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും ഏകദേശം ഒരാഴ്ച കഴിയാൻ പോവുകയാണ് റമളാൻ. അതിവേഗത്തിലാണ്. നമ്മൾ പല ആളുകളും അറിഞ്ഞിട്ട് പോലുമില്ല ഈ ഒരാഴ്ച കഴിഞ്ഞത്. വേഗത്തിലായിരിക്കും ഇനിയുള്ള ദിനങ്ങളൊക്കെ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല റമളാൻ നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരുമാറാവട്ടെ. റഹ്മത്തിന്റെ 10 നമ്മൾ റഹ്മത്തിനെ ചോദിക്കുന്നു. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. മഗ്ഫിറത്തിന്റെ 10 ഞങ്ങൾ മഗ്ഫിറത്തിനെ ചോദിക്കുന്നുണ്ട്. റബ്ബേ, നിന്റെ മഗ്ഫിറത്ത് തരണേ അല്ലാ. 3-ാമത്തെ 10 നിന്റെ മാപ്പിനെ ചോദിക്കുന്നു. അതുപോലെ നരകമോചനം ചോദിക്കുന്നു. അതുപോലെ സ്വർഗ്ഗപ്രവേശനം ചോദിക്കുന്നു. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാൻ എന്നാണോ തുടങ്ങിയത് അന്നു മുതൽ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മുടെ നിസ്കാരം സ്വീകരിക്കട്ടെ. കാരണം നമുക്കിപ്പോ തഹജ്ജുദ് നിസ്കരിക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിപ്പോ എറണാകുളത്താണ്. ഇപ്പോ എന്റെ പള്ളിയിലൊക്കെ ഏകദേശം സുബഹിയുടെ ബാങ്ക് 5:20 ചിലപ്പോൾ അങ്ങോട്ട്